ഹലോ, പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ ഞാൻ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരുള്ളൊരു സ്ഥാപനത്തേക്ക് വന്നതാണ്. അപ്പോൾ ഒരു 2 വീക്ക് മുമ്പായിട്ട് ഞാൻ അപ്പോയിൻമെൻ്റൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവർ ഡേറ്റ് പറഞ്ഞ ഡേറ്റ് ഞാൻ വന്നപ്പോൾ അവരിങ്ങനെ ഒരു ഫോം തന്നു. ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ മുടിയൊക്കെ ചെക്ക് ചെയ്ത് ഒരു റൂമൊക്കെ മാറ്റി. ഒരു റൂമിൽ 2 ആൾ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ പോയ റൂമിൽ വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമുള്ളായിരുന്നു. ഇതാണ് റൂം. അപ്പോൾ മെട്രോൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇതിലുള്ളത്. ബാംഗ്ലൂരാണ് ഞാൻ ചൂസ് ചെയ്തത്. നാട്ടിലൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ അപേക്ഷിച്ച് ഗ്രാഫ്റ്റിന് 10 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം ഒരു 10-50 റുപ്യക്ക് എന്നോട് 4000 ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഗ്രാഫ്റ്റാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നാട്ടിൽ 1 ലാഖിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ ബാംഗ്ലൂർ അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല, അടിപൊളി എയർലൈനും കാര്യങ്ങളൊക്കെയാണ്. ആകെ 10-50 റുപ്യ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചൂസ് ചെയ്ത് ചെന്നപ്പോൾ തന്നെ എൻ്റെ ബ്ലഡ് കാര്യങ്ങളൊക്കെ ഫുൾ ചെക്കപ്പ്, ബോഡി ചെക്കപ്പ് ഫുള്ള് നടത്തി. കാരണം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമുള്ള നമ്മളെ ബോഡിയിൽ ഇതെല്ലാം ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് അത് ചെയ്യൂല. ഹെയർ വാഷ് ചെയ്യാൻ പറഞ്ഞു. ഹെയർ വാഷ് ചെയ്യാൻ പോയി. പിന്നെ തല ട്രീറ്റ്മെൻറ്റൊക്കെ കിടന്നിട്ടില്ല. പ്രഷർ, BP, ബ്ലഡ് ചെക്ക് ചെയ്ത്, BP ചെക്ക് ചെയ്ത്, പിന്നെ വന്നാൽ എന്തൊക്കെ ഒരു റൗണ്ടും എന്തൊക്കെ ഇട്ടു. അപ്പോൾ വരാമെന്ന് പറഞ്ഞ് എന്തോ പറഞ്ഞു. അപ്പോൾ 3rd വാഷൊക്കെ ചെയ്ത് കൊണ്ട് വന്നു. ഇനിയാണ് കാര്യത്തിലേക്ക് കിടക്കാൻ പോകുന്നത്. ഇവിടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കണ്ടാവും, യൂട്യൂബിൽ ഇടാനാണ് നടക്കും. ഓക്കെ, നോ പ്രോബ്ലം. കയറി വരുമ്പോൾ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്യാനൊക്കെ പറയും. ഈ ഒരു ഫോം ഇതിൽ നമ്മളെ അഡ്രസ്സ്, കാര്യങ്ങൾ, എന്തെങ്കിലും ആൾട്ടർനേറ്റ് നമ്പർ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, എന്തെങ്കിലും മരുന്നടിക്കുന്ന ആളാണോ, സ്കിന്നിന് എന്തെങ്കിലും ഇതുള്ള ഒക്കെ ചോദിക്കും. അതിനുള്ള ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വന്നുകൊണ്ട് നൈസ് സിസ്റ്റർ വന്നുകൊണ്ട് കുറേ ഇഞ്ചക്ഷൻ വെച്ചാൽ ടോട്ടൽ 4 ഇഞ്ചക്ഷൻ വെച്ചു. ആദ്യം വന്നുകൊണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യാം. ഇത് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ വേറെ റൗണ്ട് ഇട്ടണം. ഇവിടെ ഈ റൗണ്ട് ഇട്ട് കൊടുത്തൊന്ന് കുത്തിയിരുന്നു. പിന്നെ ഇവിടെയും കുത്തി. ടോട്ടൽ 4 ഇഞ്ചക്ഷൻസാണ്. ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഹെയർ സെറ്റായി ഉഷാറ് വിചാരിച്ച മതിയായത്. ഒരുപാട് എയർലൈനൊക്കെ ഇട്ടാണ് ഇങ്ങനെ പോയിന് ഇവിടെ അങ്ങനെ ഈ ലെവലിൽ കൂടെ. പിന്നെ ഇതുവരെ ചെയ്യുന്ന ഓല് പറഞ്ഞ പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ചെയ്യുന്ന പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിന്നെ ഇവിടെ സൂചിച്ചു കൊടുത്തൊക്കെ എന്തൊക്കെ ഇംഗ്ലീഷിലെ അക്ഷരമാലൊക്കെ വന്നുണ്ട്. എന്തൊക്കെ എഴുതിയാണ് പോകുന്ന അക്ഷരമാല. ഈ കാണുന്ന ഒന്ന് P X Y ഒക്കെ ഇട്ടിരിക്കുന്നു. എന്തൊക്കെ ഇംഗ്ലീഷിൽ എന്തൊക്കെ എഴുതിച്ചു. ഇവിടെ ഒരു ഐലവൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു. എത്ത് കാട്ടാനാണ്. അതേമാതിരി തന്നെ ഇവിടെ AV എന്നൊക്കെ ഇട്ടുണ്ട്. ഒരു ഐലവിഷനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ കുറേ സൈൻ ചെയ്തുള്ളതിലും ഈ കുറേ പേപ്പറിൽ സൈൻ ചെയ്ത് ഫുഡൊക്കെ പലവൊക്കെ ഫ്രീ ആണ്. പിന്നെ തല വാഷ് ചെയ്തതിന് ശേഷം തനി തൊപ്പി വെക്കരുതെന്ന് പറഞ്ഞു. പിന്നെ കുറേ പറഞ്ഞു. ഇവിടെ സീനുമില്ല. അപ്പോൾ കാണിച്ച് ബാംഗ്ലൂർ. പിന്നെ ഇപ്പോൾ അടുത്ത ട്രീറ്റ്മെൻറ്റ് ഇന്ന് ഫസ്റ്റ് 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്, പ്രൊസീജിയറാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം കുറച്ച് ഈ ഫ്രണ്ട് ഭാഗം ഫില്ല് ചെയ്യുന്നു പറഞ്ഞു. 2ാമത്തെ ദിവസം പിന്നെ ബാക്കി ഫില്ല് ചെയ്യുന്നു പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ടാക്കാൻ പറഞ്ഞു. ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യണം. സീനൊന്നുമില്ല. ടെറ്റേക്ക് മലയാളം അറിയാം. ഹിന്ദി, മലയാളം, കന്നഡ, തമിഴ് ഒക്കെ എല്ലാ ഭാഷയിലും അറിയാം. ഏത് ഭാഷ ആയാലും ഒരു സീനുമില്ല. കോല് കൈകാര്യം ചെയ്തോളൂ. നമുക്ക് നമ്മളെ ഭാഷയിൽ പറഞ്ഞു കൊടുത്താലും മതി. ഇനി ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പിന്നെ എന്നോട് 6 മാസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞിരിക്കണേ, വരാൻ പറഞ്ഞിരിക്കണം. 2 മാസം ഹെൽമെറ്റ് ഇടരുത് പറഞ്ഞു. പിന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യരുത്, ക്യാപ്പ് യൂസ് ചെയ്യരുത്, ജിമ്മിക്ക് പോകരുത്, ഹെവി വെയിറ്റ് ഒന്നും ആക്കരുത് എന്നൊക്കെ പറഞ്ഞ് 2 മാസത്തിന്. അതേമാതിരി സൺലൈറ്റ് കൊള്ളിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഫസ്റ്റത്തെ 2 മാസം. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് 2 ആഴ്ച
ഒരാഴ്ച റെസ്റ്റും പറഞ്ഞു. അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഇതിൻ്റെ ഫലം ഉണ്ടാകുന്നു. പിന്നെ ഒരു ഫസ്റ്റത്തെ 6 മാസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ്റ്റ് വളർന്നു വന്നിട്ട് പിന്നെ ഗ്രാഫ്റ്റൊക്കെ കൊഴിഞ്ഞു പോകുന്നു. പിന്നെ രണ്ടാമത് തെളിർത്ത് വരുന്നു. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് നേരെ കുറേ റൂമുണ്ട് ഇവിടെ, ഓരോരുത്തരും ഓരോ റൂമിലാണ്. ഇത് നേരെ എന്താ വെച്ചാൽ അപ്പുറത്ത് വേറെ മെട്രോ പോകുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് കണ്ടോ, മെട്രോൻ്റെ പില്ലറാണ് കണ്ടോ ഗേസ്, മെട്രോൻ്റെ പില്ലറാണ് കാണുന്നത്. പിന്നെ റൂമിൽ 2 പേര് വെച്ചാണ് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ റൂമിൽ ഇപ്പം ഞാൻ ഒറ്റപ്പെടും. ഞാനേ വരുമെന്നാവും. ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവിടെ നന്നായിട്ട് തമ്മയൊക്കെ പറയുന്നുണ്ട്. സീനൊന്നും ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ തിന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 2 ദിവസത്തിനുള്ള ബാഗിൽ 2 ദിവസത്തിനുള്ള 2 ദിവസത്തിനുള്ള ഡ്രസ്സ്, മുണ്ട്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, പിന്നെ എന്തിന് സോപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്, നമ്മൾ കുളിക്കാനൊക്കെ. പിന്നെ വരുമ്പോൾ 9 മണിക്ക് ഇവിടെ ഓപ്പണാണ്, സൺഡേ ലീവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പ്രൊസീജിയർ വരണം. നമുക്ക് ചെറിയ കൗൺസിലിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ സൈൻ ചെയ്യേണ്ടായിരുന്നു, ന്യൂട്രൽ പേപ്പറിൽ ഒപ്പൊക്കെ ഇടാണ്ട് ഫിംഗർ പ്രിൻ്റ്. ഈ പണ്ടറിയുമ്പോൾ പോകണില്ല. പിന്നെ ടോട്ടൽ എമൗണ്ട് പറഞ്ഞു. ഗ്രാഫ്റ്റിന് 10 രൂപ. നാട്ടിലേക്ക് ഗ്രാഫ്റ്റിന് 30 റുപ്യ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രാഫ്റ്റിന് 10 റുപ്യ, 45-50 റുപ്യ ടോട്ടൽ. റിസൾട്ട് ഉഷാറായാൽ മതി. ഇതേ മൂഞ്ചും ഇല്ലാണ്ടാവും. കുറേ ഞെട്ടങ്ങേറാണ്. ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, തലേന്ന് മുടി പോയി. ബാക്കിയുള്ളവരെ കല്യാണം കഴിഞ്ഞില്ല മറ്റേ മാസം. പക്ഷെ നമുക്കാണ് അതിൻ്റെ ഇടങ്ങാറ്. നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഉഷാറാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കില്ല. പിന്നെ വന്ന സൂചി കുത്തി ശരീരത്തിന് വേദനയൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നോർമലാന്ന് പറഞ്ഞു. ലാസ്റ്റായിട്ട് സൂചി അടിച്ചതാണ്. ഇപ്പോൾ ഇതെന്താണാവും, എന്തോന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ആൻറ്റിബയോട്ടിക് ഉള്ളവർ എന്തോ പറഞ്ഞിട്ട് പോയി. ഒന്നും ഓർമ്മയില്ല. ഞാനൊക്കെ വേറെ എന്തൊക്കെയാണ് ആലോചിച്ചിട്ടാണ് സൂചി കുത്തേണ്ട ഇതറിയേണ്ട ആലോചിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം പക്ഷേ അതൊന്നും ഇനി വീഡിയോയിൽ കാണിക്കാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ഫൈനലി നാളെ വേറെ എന്തോ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോന്ന്. അപ്പോൾ ഇന്നത്തെ ഏകദേശമൊക്കെ എത്തിയിരുന്നു. ഇന്ന് വാക്സിന് ഇതൊക്കെ എടുത്തുകൊണ്ട് ഹെയർ എടുത്തുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ട് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഇത്. കടയിലെ ബേസ് ഇത്രയും പേരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അത് ചെയ്യില്ല. ഈ ലെവൽക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ഒരു കേട്ടില്ല. അതിങ്ങനെയാണ് മറ്റേ ലേഡീസിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാത്രിയായി, നേരം ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഗ്രാഫ്റ്റ് 4000 ഗ്രാഫ്റ്റാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഓരോ ഇതൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോളൂ. ഇതാണ് അവസ്ഥ. ഇനി ബാക്കി വേറെ നാളെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഫുഡ് കഴിക്കട്ടോ. ഒരു 2-3 മണിക്കൂറോളം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. പിന്നെ വേദന കാര്യങ്ങളൊന്നുമില്ല. ഒരു മറ്റേ അനസ്തേഷ്യ അടിച്ചതുകൊണ്ട് വേദന ഇല്ല. ആ അനസ്തേഷ്യ അടിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പെന്നെടുത്ത് കുത്തുന്ന വേദന, വേറെ ഒന്നും. പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അനസ്തേഷ്യ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയണില്ല. അങ്ങനെ കിടന്നു കൊടുക്കത്തുള്ളൂ. വേറെ ഒരു വേദന പറഞ്ഞ സംഭവമില്ല. വേദന പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടില്ല. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയല്ല. വേദനയുടെ സംഭവം ഞാൻ അനുഭവിച്ചിട്ടില്ല. അല്ല ഷർട്ടിനെ കിടന്നിട്ട് ഞാനിവിടെ അറിഞ്ഞില്ല എന്തൊക്കെയാണ് ചെയ്യണം. പക്ഷെ കുറേ നേരം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്നെടുത്തുള്ള ആ ഒരു മടുപ്പ് ഇത്ര ഉള്ളൂ നേരത്തിൽ.
ഒരുപാട് നിബന്ധനകളുണ്ട്. ഹെൽമെറ്റ് വെക്കരുത് പറഞ്ഞ്, പിന്നെ എന്താ പറയുക 2 മാസത്തിന് ഹെൽമെറ്റ് യൂസ് ചെയ്യരുത്, പിന്നെ നോൺ വെജ് കഴിക്കരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിബന്ധനകൾ പറഞ്ഞു, നോൺ വെജ് കഴിക്കരുത്, അങ്ങനെയാണ് അങ്ങനെ. അതൊക്കെ തന്നെ. പിന്നെ വെയിറ്റുള്ള പൊക്കരുത്, ജിമ്മിക്ക് പോകരുത്, വെയിലും മയം കൊള്ളരുത്, പൊടി ആകരുത് എന്നൊക്കെ പറഞ്ഞു.